പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വിനേഷ് അങ്ങനെ ഒരു ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലം തന്നെയായിരുന്നു അവിടെ ഒരു കാലത്ത്. അതിനുശേഷം ഇപ്പോഴിതാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കേരളത്തിൽ മുഴുവൻ ഉണ്ടായ ഒരു ട്രെൻഡിന്റെ പ്രതിഫലനമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം. കാരണം അത്രമേൽ ചെറിയ ഭൂരിപക്ഷം ആണ്. പക്ഷേ അതിനുശേഷം ഈ വി.കെ. ശ്രീകണ്ഠൻ എന്ന സാധാരണ ഒരു കോൺഗ്രസ് നേതാവ് പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് MP ആയി മാറിയതിനു ശേഷമുള്ള ശ്രീകണ്ഠന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ആ മണ്ഡലത്തിൽ വരുത്തിയിട്ടുള്ള സ്വീകാര്യത, അത് എത്ര വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് CPIM-ന് വിനേഷ്? അഭിലാഷ്, സജിത്ത്, വി.കെ. ശ്രീകണ്ഠൻ MP ആകുന്നതിന് മുമ്പ് അയാൾ DCC പ്രസിഡന്റായിരുന്നു. ആ വി.കെ. ശ്രീകണ്ഠനിൽ നിന്ന് ഒരുപാട് വളർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിപ്പോൾ വിവാഹ ചടങ്ങാണെങ്കിലും മരണാനന്തര ചടങ്ങുകളാണെങ്കിലും എല്ലാ പരിപാടിയിലും കൃത്യമായി തന്നെ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ വി.കെ. ശ്രീകണ്ഠൻ ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയണം. ഈ ഒരു ജനകീയത അയാൾക്ക് അദ്ദേഹത്തിന് കൈവരാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ, നമുക്കറിയാം പാലക്കാട് നഗരത്തിലെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അതായത് വി.കെ. ശ്രീകണ്ഠൻ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഒപ്പം തന്നെ മറ്റുള്ള സ്ഥലം, ഇപ്പോൾ ആദിവാസി കോളനികൾ, അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ശ്രീകണ്ഠനെ എടുത്തു കാണിക്കുന്നത്. ശ്രീകണ്ഠനെ മണ്ഡലത്തിൽ സ്വീകാര്യനാക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. കാരണം UDF-ന് അനുകൂലമായ, ഒരു കാലത്തും UDF-ന് അനുകൂലമായി നിൽക്കാത്തൊരു മണ്ഡലം, 1996 ശേഷമുള്ള ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഒരിക്കൽ പോലും മറ്റൊരു കക്ഷിക്ക് ഇവിടെ ഒരു തരത്തിലും ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ കാലങ്ങളിലും ഇടതുകോട്ടയായി നിലനിൽക്കുന്നതാണ് പാലക്കാട്. പക്ഷേ കഴിഞ്ഞ തവണ ചിത്രം മാറി. കഴിഞ്ഞ തവണ നമുക്കറിയാം നിരവധി സർവേകൾ പുറത്തു വന്നു, എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. ഇതിലെല്ലാം തന്നെ വി.കെ. ശ്രീകണ്ഠൻ പരാജയപ്പെടുമെന്നുള്ളതായിരുന്നു. വി.കെ. ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള രീതിയിൽ പോലും പ്രവചനമുണ്ടായപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് ചുരുങ്ങിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അന്നത്തെ ശക്തനായ സ്ഥാനാർത്ഥിയായ MP രാജേഷിനെ പരാജയപ്പെടുത്താൻ വി.കെ. ശ്രീകണ്ഠന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അന്ന് പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ BJP-യുടെ ഒരു വളർച്ച കാര്യമായി തന്നെ ഉണ്ടായിരിക്കുന്നു. അതിൽ കോൺഗ്രസിൽ നിന്ന് വലിയ തോതിൽ BJP-യിലേക്കുള്ള ഒഴുക്ക് പാലക്കാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രചാരണ രംഗത്തെല്ലാം മുൻപന്തിയിൽ LDF തന്നെയാണ്. വിജയരാഘവൻ ഈ ജനങ്ങളെ, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജനകീയ സ്ഥാനാർത്ഥിയൊന്നുമല്ല. പക്ഷേ പാർട്ടിയുടെ CPM-ന്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ആ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാം ഈ 7 മണ്ഡലങ്ങളിൽ 5 സ്ഥലത്തും LDF തന്നെയാണ്. പട്ടാമ്പിയിലും ഒറ്റപ്പാലത്തും ഷൊർണൂരും കോങ്ങാടും മലമ്പുഴയും എല്ലാം ഈ 5 സ്ഥലത്തും LDF ആണ്. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDF-ന് മുൻതൂക്കം. UDF-ന്റെ നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് UDF ഉള്ളത്. സ്വാഭാവികമായും എല്ലാ കാലങ്ങളിലും ഇടത്തോട്ട് ചെരിയാറുള്ള മണ്ഡലം കഴിഞ്ഞ തവണ മാറിയെങ്കിൽ പോലും ഇത്തവണ ഏതു വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇടതുമുന്നണിക്ക് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിജയരാഘവനെ പോലെ ഒരാളെ, പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കുന്നു, പാർട്ടിയിലെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. NN കൃഷ്ണദാസിനെ പോലെ, MP രാജേഷിനെ പോലെയുള്ള മുതിർന്ന CPM നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെ മണ്ഡലത്തിൽ തങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും BJP-യും 3-ാം സ്ഥാനത്താണ് BJP ഉള്ളതെങ്കിലും ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ വി.കെ. ശ്രീകണ്ഠന് 3,99,000 വോട്ടും MP രാജേഷിന് 3,87,000 വോട്ടും ലഭിച്ചപ്പോൾ 2,18,000 വോട്ട് മാത്രമാണ് BJP-ക്ക് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ താഴോട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹത്തിന് ആ 1.5 ലക്ഷം വോട്ടൊന്നും ഒറ്റയടിക്ക് കിട്ടാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. പരമാവധി വലിയ തോതിൽ മറ്റുള്ള UDF-ൽ നിന്നും LDF-ൽ നിന്നും ശക്തമായ അടിയൊഴുക്കുണ്ടാവുകയും പുതിയ തലമുറ, പുതിയ വോട്ടർമാർ BJP-യെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു 50,000-ൽ കൂടുതൽ വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇതാണ് പാലക്കാടിന്റെ ഒരു പൊതുചിത്രം. അതായത് പാലക്കാടിന്റെ പൊതുചിത്രം. എന്തായാലും വിനേഷ് പറയുന്നത് ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് വിലയിരുത്താനാകില്ല എന്ന് പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു BJP-യെ സംബന്ധിച്ചിടത്തോളം 20% മുകളിൽ വോട്ട് നേടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ പാലക്കാട് എന്നതാണ്. വിനേഷ് സൂചിപ്പിച്ചല്ലോ, അതായത് വിജയരാഘവന് വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട് CPIM എന്ന്.
അവിടെയാണല്ലോ പലപ്പോഴും ഈ CPI-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആൾക്കൂട്ടം ഉണ്ടാകും. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാകട്ടെ, ജാഥകൾ ആകട്ടെ, പൊതുയോഗങ്ങൾ ആകട്ടെ, പാർട്ടി പരിപാടികൾ ആകട്ടെ, ആ ആൾക്കൂട്ടം വോട്ടായി മാറിയാൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നറിയാം. പക്ഷേ അങ്ങനെ സംഭവിക്കാറില്ല. ഈ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ മിഷണറി സംവിധാനങ്ങളും ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വിജയത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക പാലക്കാടിനെ അവിടം വരെ എത്തി നിൽക്കുന്നുണ്ടോ വിനേഷ്? അഭിലാഷ്, കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് LDF-ന്റെ പരാജയത്തിന് പ്രധാനമായ കാരണമായി ഒന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമുക്കറിയാം ശബരിമല വിഷയമാണ്. എല്ലാ തരത്തിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവും വലിയ തോതിൽ തന്നെ UDF-ന് സ്വാധീനിക്കപ്പെട്ടു. UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് അത് പ്രധാന കാരണമായി. പക്ഷേ പാലക്കാട്ടേക്ക് വരുമ്പോൾ അത് മാത്രമായിരുന്നില്ല ഘടകം. കാരണം PK ശശി DYFI-യിലെ ഒരു ഡിവൈഎഫ്ഐയിൽ ഒരു വനിതാ നേതാവിനോട് അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം സജീവമായി പാലക്കാട് ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ് MP രാജേഷും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ നിതിൻ ഗണിച്ചേരി ഉൾപ്പെടെയുള്ളവർ PK ശശിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത് ശശിയും MP രാജേഷും തമ്മിലുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇത് വഴിവെച്ചു. മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യാഘാതം കൂടിയാണ് MP രാജേഷിന്റെ തോൽവി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം മണ്ണാർക്കാട് മേഖലയിൽ PK ശശിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലാണ് പ്രധാനമായും MP രാജേഷിന്റെ വോട്ടിടിയാനുള്ള ഒരു പ്രധാന കാരണം. വോട്ടിൽ വലിയ തോതിൽ അടിയൊഴുക്കുണ്ടായി. പാലക്കാടും മണ്ണാർക്കാടും എല്ലാം ശശിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വോട്ട് MP രാജേഷിന് കുറയാനൊരു കാരണവുമായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരിതില്ല. ഇപ്പോൾ മണ്ണാർക്കാടും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ PK ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾ സജീവമായി തന്നെ വിജയരാഘവനൊപ്പം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് വേണ്ടി പാർട്ടിയുടെ മുഴുവൻ മെഷീനറികളും എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രചാരണ രംഗത്ത് അദ്ദേഹം ബഹുദൂരം മുന്നിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. VK ശ്രീകണ്ഠൻ പ്രചാരണം തുടങ്ങിയെങ്കിൽ പോലും ഫണ്ടില്ല എന്നുള്ളൊരു പ്രശ്നം കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പോസ്റ്റർ പോലും അടിക്കാൻ കഴിയാതെ എത്തുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. വിജയരാഘവന്റെ ആകട്ടെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി തന്നെ പോസ്റ്ററുകളും ഫ്ലക്സുകളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ നോട്ടീസുകളും ചുമരെഴുത്തുകളും എല്ലാം തന്നെ സജീവമായി കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് VK ശ്രീകണ്ഠന്റെ സജീവமாக അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളുണ്ട്. LDF-ന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങൾ മാത്രമല്ല UDF-ന് സ്വാധീനം. ദിനേശ്, ഒരു ഘടകം കൂടി ഈ BJP-യുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ്. BJP-യുടെ മണ്ഡലത്തിലെ ജയപരാജയ സാധ്യതകൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ BJP അധികമായി സമാഹരിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും അത് മറ്റ് സ്ഥാനാർത്ഥികളുടെ ജയത്തെയും പരാജയത്തെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. C കൃഷ്ണകുമാർ ഏറ്റവും സമർത്ഥനായ ഏറ്റവും യോഗ്യതയുള്ള അവിടുത്തെ ഒരു BJP സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മത്സരിക്കുമ്പോൾ ലോക്സഭയിൽ ഇത്തവണത്തെ BJP ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ മറ്റും കളത്തിലിറക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ ബൂമുണ്ടല്ലോ, ആ ബൂമിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും പാലക്കാട് സംഭവിച്ചാൽ സ്വാഭാവികമായും BJP വോട്ട് ശതമാനം വർദ്ധിച്ചേക്കാം. ആ വർദ്ധിക്കുന്നത് ആരുടെ നഷ്ടമാകുമെന്നത് പാലക്കാടിൻ്റെ ജനവിധിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറില്ലേ വിനീഷ്? വിനീഷ്, എങ്ങനെയാണ് ഇത് നിരീക്ഷിക്കുക? സജിത്ത്, ഒരിക്കൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് C കൃഷ്ണകുമാറിനോട് എത്ര ശതമാനം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട്. അതായത് വോട്ടുകൾ വർദ്ധിപ്പിക്കുകയല്ല, ജയമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം കണക്കുകൾ പറയുന്നുണ്ട്. അതായത് പ്രധാനമായും ഈ കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠനിൽ ജയിച്ചത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. അതുപോലുള്ള ഒരു അത്ഭുതങ്ങൾ സംഭവിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നു. ആളുകളിൽ BJP കൂടുതൽ പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. പ്രധാനമന്ത്രി എത്തുന്നു. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പാലക്കാടും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ പ്രചാരണ രംഗത്ത് വരുന്നു. നരേന്ദ്രമോദി നേരിട്ട് വന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് C കൃഷ്ണകുമാറിന് വേണ്ടി. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായും VK ശ്രീകണ്ഠനെയാണ് വലിയൊരു നഷ്ടം വരാനുള്ള ഒരു സാധ്യത ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉണ്ടാവുക. കാരണം കോൺഗ്രസിൽ കാലങ്ങളായി BJP-യിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകളിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. സ്വാഭാവികമായും VK ശ്രീകണ്ഠൻ എന്ന വ്യക്തി, കാരണം കരുത്തനായ സ്ഥാനാർത്ഥിയാണ്, കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ ജീവിച്ചതാണ്, ജനകീയനാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു വ്യക്തി പ്രഭാവം
അപ്പുറത്തേക്ക് നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനങ്ങളെല്ലാം തന്നെ പലയിടത്തും ദുർബലമായി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ നമുക്കറിയാം ഇവിടെയെല്ലാം പാലക്കാടെല്ലാം അത്ര ദുർബലമല്ലെങ്കിൽ പോലും പൊതുവെ ഒരു ദുർബലമാണ്. ഇതെല്ലാം മറികടന്ന് വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും BJP-യിലേക്ക് പോകുന്ന വോട്ടിൽ നല്ലൊരു ശതമാനം കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP-യിലേക്ക് ഉണ്ടായിരിക്കുന്ന അടിയൊഴുക്കുകളിൽ നല്ലൊരു ശതമാനവും കോൺഗ്രസിൽ നിന്ന് പോയിരിക്കുന്ന വോട്ടുകളാണ്. മറ്റൊന്ന് CPM-ൽ നിന്നും അടിയൊഴുക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മലമ്പുഴ മണ്ഡലത്തിലെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM-നും വലിയ വോട്ടിൽ വലിയ ശതമാനക്കുറവെല്ലാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ BJP-യിലേക്ക് ഇത്തരത്തിൽ വോട്ടുകൾ പോകും. പക്ഷേ CPM-ൽ നിന്നും അതുപോലെ തന്നെ ഇടതുമുന്നണിയിൽ നിന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് UDF-ൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ എന്തായാലും കാണുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ BJP-യുടെ വളർച്ചയും കോൺഗ്രസിന്റെ തളർച്ചയുമാണ് പ്രധാനമായും പാലക്കാട് നിന്ന് കാണാൻ കഴിയും. അഭിലാഷ്, ഈ പാലക്കാട് MLA പോയി വടകര മത്സരിക്കുകയാണ്. അതിന്റെ ഒരു അസാന്നിധ്യം ഉണ്ടാക്കുന്ന നഷ്ടം കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന് ചോദ്യം ഉണ്ടാവുന്നു. അത് മാത്രമല്ല, ഈ പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടെണ്ണൽ സമയം സത്യത്തിന് ഓർമ്മയുണ്ടാകും. അതെ, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ മണ്ഡലത്തിന്. പക്ഷേ ഇവിടെ വിനേഷ് പറയുന്നത് പോലെ ഈ ചെറിയ മാർജിനിലാണ് ജയിച്ചു നിൽക്കുന്നത്. അതിനെ വളരെ പെട്ടെന്ന് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെ വിനേഷിന് കൃത്യമായ ഒരു ധാരണയുണ്ട് എന്ന് തോന്നുന്നു. അത്തരം വിനേഷ് ആർക്കാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ആരായേണ്ടതുമുണ്ട്.